അധ്യായം 3. ദൈവത്തോടുള്ള മനുഷ്യന്റെ പ്രതികരണം. അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. തൻ്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ ചരിക്കുന്നു. ഈ ക്ഷണത്തിന് മനുഷ്യർ നൽകുന്ന സമുചിത പ്രത്യുത്തരമാണ് വിശ്വാസം. വിശ്വാസം വഴി മനുഷ്യൻ തൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തൻ്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു. വെളിപാടിൻ്റെ കർത്താവിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരത്തെ വിശ്വാസത്തിൻ്റെ അനുസരണം എന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തിൻ്റെ അനുസരണം. വിശ്വാസത്തിൽ അനുസരിക്കുക, ശ്രവിക്കുക, ശ്രദ്ധിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രവിച്ച വചനത്തോടുള്ള സ്വതന്ത്രമായ അനുവിധേയത്വമാണ്. ഈ വചനത്തിൻ്റെ സത്യത്തിന് സത്യം തന്നെയായ ദൈവമാണ് ഉറപ്പു നൽകുന്നത്. ഇത്തരത്തിലുള്ള അനുസരണത്തിന് മാതൃകയായി നമ്മുടെ മുൻപിൽ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് അബ്രാഹത്തെയാണ്. വിശ്വാസത്തിൻ്റെ അനുസരണത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ മൂർത്തഭാവമാണ് കന്യകാമറിയം. അബ്രാഹം വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവ്. ഹെബ്രായർക്കുള്ള ലേഖനം ഇസ്രായേലിൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്തെ പ്രശംസിക്കവേ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകുന്നു. തനിക്ക് അവകാശമായി ലഭിക്കുവാനുള്ള സ്ഥലത്തേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അബ്രാഹം വിശ്വാസം മൂലം അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസം മൂലം വാഗ്ദത്ത ഭൂമിയിൽ ഒരു പരദേശിയും തീർത്ഥാടകനുമായി അദ്ദേഹം ജീവിച്ചു. വിശ്വാസം മൂലം സാറ വാഗ്ദാനത്തിൻ്റെ പുത്രനെ ഗർഭം ധരിക്കുവാൻ കൃപ സ്വീകരിച്ചു. വിശ്വാസം മൂലം അബ്രാഹം തൻ്റെ ഏകപുത്രനെ ബലിയായി സമർപ്പിച്ചു. ഹെബ്രായർക്കുള്ള ലേഖനം വിശ്വാസത്തിന് നൽകുന്ന നിർവചനം അബ്രാഹത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. സുശക്തമായ വിശ്വാസം മൂലം അബ്രാഹം വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവായി തീർന്നു. ഈ വിശ്വാസത്തിൻ്റെ സാക്ഷികളെ കൊണ്ട് സമ്പന്നമാണ് പഴയ നിയമം. ദൈവികമായ അംഗീകാരം സിദ്ധിച്ച പൂർവികരുടെ മാതൃകായോഗ്യമായ വിശ്വാസത്തെ ഹെബ്രായർക്കുള്ള ലേഖനം പ്രശംസിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിലും ദൈവം നമുക്കായി കൂടുതൽ ശ്രേഷ്ഠമായത് കരുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുവാനുള്ള വരം. മറിയം വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വാസാനുസരണത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ മൂർത്തിഭാവമാണ് കന്യകാമറിയം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കുകയും ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സമ്മതം നൽകുകയും ചെയ്ത മറിയം ഗബ്രിയേൽ ദൂതൻ നൽകിയ സന്ദേശവും വാഗ്ദാനവും വിശ്വാസപൂർവം സ്വീകരിച്ചു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് മറിയത്തെ അഭിവാദനം ചെയ്തു. ഈ വിശ്വാസം നിമിത്തമാണ് പരിശുദ്ധ കന്യകാമറിയത്തെ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നത്. തൻ്റെ ജീവിതകാലം മുഴുവനും പുത്രനായ യേശു കുരിശിൽ മരിച്ചപ്പോഴുണ്ടായ അവസാന പരീക്ഷണ ഘട്ടങ്ങളിലും മറിയത്തിൻ്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു. ദൈവവചനം നിറവേറുമെന്ന വിശ്വാസം മറിയം ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ഇക്കാരണത്താൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും സംശുദ്ധമായ സാക്ഷാത്കാരമായി മറിയത്തെ സഭ വണങ്ങുന്നു. ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. അതേസമയം അനിവാര്യമായി ദൈവാവിഷ്കൃത സത്യത്തിന് മുഴുവനായും മനുഷ്യർ നൽകുന്ന സ്വതന്ത്ര സമ്മതവുമാണ് വിശ്വാസം.
ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പം എന്ന നിലയിലും അവിടുത്തെ സത്യത്തിന് നൽകുന്ന സമ്മതം എന്ന നിലയിലും ക്രിസ്തീയ വിശ്വാസം മനുഷ്യനിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് വിഭിന്നമായിരിക്കുന്നു. ദൈവത്തിന് തന്നെ പൂർണ്ണമായി അർപ്പിക്കുകയും അവിടുന്ന് അരുളി ചെയ്ത കാര്യങ്ങളെ നിരുപാധികം വിശ്വസിക്കുകയും ചെയ്യുക നല്ലതും യുക്തവുമാണ്. ഇത്തരം വിശ്വാസം ഒരു സൃഷ്ടിയിൽ അർപ്പിച്ചാൽ അത് നിരർത്ഥകവും അബദ്ധപൂർണവുമായിരിക്കും. ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് ദൈവം അയച്ചവനിൽ അവിടുത്തെ സംപ്രീതിക്ക് പാത്രമായ അവിടുത്തെ പ്രിയപുത്രനിൽ വിശ്വസിക്കുക എന്നതിൽ നിന്ന് വേർപെടുത്താനാവില്ല. അവനെ ശ്രവിക്കാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യേശുക്രിസ്തു ശരീരം ധരിച്ച വചനമായ ദൈവം തന്നെയാകിയാൽ അവനിൽ നമുക്ക് വിശ്വസിക്കാനാകും. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പിതാവിനെ ദർശിച്ചവനാണ് എന്ന കാരണത്താൽ അവിടുത്തെ അറിയുന്നവനും അവിടുത്തെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവനും യേശുക്രിസ്തു മാത്രമാണ്. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവുമായി പങ്കാളിത്തമില്ലാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക ഒരുവന് സാധ്യമല്ല. യേശു ആരാണെന്നും മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനാകാതെ യേശു കർത്താവാകുന്നു എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവ് എല്ലാറ്റിനെയും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ പോലും പരിശോധിക്കുന്നു. ദൈവാത്മാവല്ലാതെ മറ്റാരും ദൈവത്തിൻ്റെ ചിന്തകളെ ഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മാത്രമേ ദൈവത്തെ പൂർണ്ണമായി അറിയാൻ കഴിയൂ. നാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, കാരണം അവിടുന്ന് ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് സഭ ഒരിക്കലും വിരമിക്കുന്നില്ല. വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ. വിശ്വാസം ഒരു കൃപാവരം. യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് പ്രഖ്യാപിച്ചപ്പോൾ അവിടുന്ന് പത്രോസിനോട് പറഞ്ഞു, ഈ വെളിപ്പെടുത്തൽ വന്നത് മാംസരക്തങ്ങളിൽ നിന്നല്ല, പ്രത്യുത സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്നാണ്. വിശ്വാസം ഒരു ദൈവദാനമാണ്. ദൈവം മനുഷ്യനിലേക്ക് നിശ്വസിക്കുന്ന പ്രകൃത്യാതീത സുഹൃതമാണിത്. ഈ വിശ്വാസം പ്രവൃത്തിപഥത്തിലാക്കുന്നതിന് മുമ്പ് മനുഷ്യനെ ചലിപ്പിക്കാനും സഹായിക്കാനും ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങളും ആവശ്യമാണ്. അവിടുത്തെ ഹൃദയത്തെ ചലിപ്പിക്കുകയും ദൈവത്തെങ്കിലേക്ക് തിരിയുകയും മനസ്സിൻ്റെ നേത്രങ്ങളെ തുറക്കുകയും ചെയ്യുന്നു. സത്യത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും ആസ്വാദകരമാക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെ. വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തി. കൃപാവരവും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങളും കൂടാതെ വിശ്വസിക്കുക സാധ്യമല്ല. എങ്കിലും വിശ്വാസം യഥാർത്ഥത്തിൽ ഒരു മാനുഷിക പ്രവൃത്തിയാണ്. ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളെ ആശ്ലേഷിക്കുകയും ചെയ്യുക മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും യുക്തിക്കും വിരുദ്ധമല്ല. മാനുഷിക ബന്ധങ്ങളിൽ പോലും മറ്റു മനുഷ്യർ തങ്ങളെപ്പറ്റിയും തങ്ങളുടെ ഉദ്ദേശങ്ങളെപ്പറ്റിയും നമ്മോട് പറയുന്നതിൽ വിശ്വസിക്കുന്നത് നമ്മുടെ അന്തസ്സിന് വിരുദ്ധമല്ല. അതുപോലെ തന്നെ പരസ്പരം പങ്കുവെക്കുന്ന ഒരു ജീവിത കൂട്ടായ്മയ്ക്ക് വേണ്ടി മറ്റു മനുഷ്യർ നൽകുന്ന വാഗ്ദാനങ്ങളെ, ഉദാഹരണത്തിന് ഒരു സ്ത്രീയും ഒരു പുരുഷനും വിവാഹിതരാകുമ്പോൾ വിശ്വസിക്കുന്നതും നമ്മുടെ അന്തസ്സിന് ഹാനികരമല്ല. അങ്ങനെയാണെങ്കിൽ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പൂർണ്ണ വിധേയത്വം സമർപ്പിക്കുകയും ദൈവവുമായി ആന്തരിക ഐക്യം പ്രാപിക്കുകയും ചെയ്യുന്നത് നമ്മുടെ അന്തസ്സിന് ഒരു തരത്തിലും കോട്ടം വരുത്തുന്നില്ല. വിശ്വാസത്തിൽ മനുഷ്യബുദ്ധിയും മനസ്സും ദൈവകൃപയോട് സഹകരിക്കുന്നു. വിശ്വസിക്കുക എന്നത് കൃപാവരം മുഖേന ദൈവത്താൽ ഉത്തേജിതമായി ഇച്ഛാശക്തിയുടെ ആജ്ഞാനുസരണം ദൈവിക സത്യത്തിന് സമ്മതമരുളുന്ന ബുദ്ധിയുടെ ഒരു പ്രവർത്തനമാണ്. വിശ്വാസവും ബുദ്ധിയും. ആവിഷ്കൃത സത്യങ്ങൾ നമ്മുടെ സ്വഭാവശുദ്ധിയുടെ വെളിച്ചത്തിൽ സത്യവും സുഗ്രാഹ്യവുമായി കാണപ്പെടുന്നു എന്ന വസ്തുതയെല്ലാം വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്.
പ്രത്യുത അവ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വഞ്ചിക്കുവാനോ വഞ്ചിക്കപ്പെടുവാനോ കഴിയാത്ത ദൈവത്തിൻ്റെ ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ഇങ്ങനെയാണെങ്കിലും നമ്മുടെ വിശ്വാസ വിധേയത്വം യുക്തിക്ക് അനുസൃതമാക്കേണ്ടതിനായി പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങൾക്കൊപ്പം ദൈവാവിഷ്കരണത്തിൻ്റെ ബാഹ്യമായ തെളിവുകളും ഉണ്ടായിരിക്കുമെന്ന് ദൈവം തിരുമനസ്സായി. ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും അത്ഭുതങ്ങളും പ്രവർത്തനങ്ങളും സഭയുടെ വളർച്ചയും വിശുദ്ധിയും അവളുടെ ഫലപുഷ്ടിയും സ്ഥിരതയും ദൈവാവിഷ്കരണത്തിൻ്റെ ഏറ്റവും ഉറപ്പുള്ളവയും സർവരുടെയും ബുദ്ധിക്കിണങ്ങുന്നതുമായ അടയാളങ്ങളാണ്. വിശ്വാസം നൽകുന്ന വിധേയത്വം യാതൊരു വിധത്തിലും മനുഷ്യൻ്റെ അന്ധമായ ഒരു പ്രേരണയല്ല എന്ന് കാണിച്ചു തരുന്ന വിശ്വാസ്യതയുടെ പ്രേരക ഘടകങ്ങളാണ് ഇവ.